بسم الله الرحمن الرحيم. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون. وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون. ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم وأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. മരണം മറന്ന മുസ്ലിംകൾ എന്ന അതീവ ഗൗരവവും പ്രമാണബദ്ധവുമായ ഈ വിഷയാവതരണത്തിന്റെ പ്രൊസീഡിയം നിയന്ത്രിക്കുന്ന ബഹുമാന്യരെ, ഈ പ്രദേശത്ത് ഈ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള
സഹൃദയരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം കേൾക്കാൻ അവസരം ലഭിക്കുന്ന പരമകാരുണികന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ശബ്ദം കേൾക്കാൻ ഭാഗ്യമുണ്ടാകുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു പ്രദേശത്ത് മരണത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ മാത്രമായി ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്നൊരു പക്ഷേ ആർക്കെങ്കിലും ഒരു പക്ഷേ തോന്നിയേക്കാം. മരണവും മരണാനന്തര ജീവിതവും ഏറ്റവും ശക്തമായി ഓർക്കേണ്ട ജനപദം മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ടാണ്, അത് മറന്നുപോകുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ എന്ന തോന്നലുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെ ബേസ് ചെയ്തിട്ട് ക്രമപ്പെടുത്തേണ്ട മുസൽമാന്റെ ജീവിതം ഇഹലോകത്ത് മാത്രമായി അവസാനിക്കുന്നതാണ് എന്റെ ജീവിതം എന്ന് തോന്നുന്ന വിധത്തിലായിപ്പോയി. അതുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം. കുർമാത്തൂർ പ്രദേശത്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യം എല്ലാ മനുഷ്യരോടുമുള്ള ഒരു സംസാരമാണ്. മുസ്ലിങ്ങളെ പ്രത്യേകമായി പരാമർശിക്കാൻ കാരണം അവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അനുയായികളാണെന്നും അതാണ് പരിപൂർണമായ ദൈവികമെന്നും വാദിക്കുകയും എന്നാൽ അതിനനുസരിച്ച് ജീവിക്കാൻ മറന്നുപോവുകയും ചെയ്യുന്നു പലപ്പോഴും എന്നതുകൊണ്ടാണ് പർട്ടിക്കുലറായി പ്രത്യേകമായി നാം അവരെ തെരഞ്ഞെടുത്തെന്ന് സംസാരിക്കാൻ. എന്നാൽ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ എല്ലാവരോടും ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി സംസാരിക്കുകയാണ്. നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി മരിച്ചു പോകുമെന്നതിൽ അഭിപ്രായ ഭിന്നതയില്ലാത്തവരാണ്. ഏത് ആരോഗ്യ ദൃഢഗാത്രനായ ഹൈന്ദവനും ക്രൈസ്തവനും മജൂസിയും മതമില്ലാത്തവനും മുസ്ലിമും എല്ലാം മരിച്ചു പോകുമല്ലോ. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ സ്വർഗവും നരകവുമുണ്ട് എന്ന് വേദം വളരെ കണിശമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൈന്ദവ വേദങ്ങളിലൂടെ അനവധി വചനങ്ങളാണ് സ്വർഗനരകങ്ങളെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ ഭാരതീയ സംസ്കാരങ്ങളുടെ അന്തർധാര പഠിച്ചു മനസ്സിലാക്കി മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി ഇഹലോക ജീവിതത്തെ വളരെ കണിശമായി ചിട്ടപ്പെടുത്തുന്ന എത്ര ഹൈന്ദവ സഹോദരങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആളുകളില്ലെന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം സമുദായവും ക്രൈസ്തവ സമൂഹവും ഒക്കെ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു അവസ്ഥാവിശേഷത്തിലാണ്. മതം എന്തിനാണ് എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥാവിശേഷം ഇന്ന് സംജാതമായിട്ടുണ്ടല്ലോ ലോകത്ത്. യഥാർത്ഥത്തിൽ മതം മനുഷ്യന് നൽകുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഏറ്റവും നല്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ മതത്തിന് കഴിയുന്നില്ലെങ്കിൽ അത് മതമല്ല. വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. ജീവിതത്തിന്റെ നല്ല കാലം മതം പഠിക്കാൻ ആഗ്രഹിക്കുകയും പഠിക്കുകയും വായിച്ചത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ് ഞാൻ. മനസ്സിന്റെ അന്തരാളങ്ങളിലെ വേദനകൾ സമൂഹത്തിന്റെ മുമ്പിൽ പങ്കുവെക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യങ്ങളിലൊന്നാണ്. മഹാഭാരത യുദ്ധം കേൾക്കാത്തവരില്ല നമ്മുടെ നാടുകളിൽ. മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലങ്ങൾ അറിയാത്ത ഹൈന്ദവരുണ്ടാകുമോ ലോകത്ത്? മഹാഭാരത യുദ്ധവേളയിൽ അർജുനൻ യുദ്ധം ചെയ്യാതെ പകച്ചു നിന്ന ചില പ്രത്യേകമായ ഘട്ടങ്ങളുണ്ടായി. കാരണം മറുഭാഗത്ത് വളരെ വേണ്ടപ്പെട്ടവരാണ്. ആരോടാ യുദ്ധം ചെയ്യാൻ പോകുന്നത്? ഒരു ഭാഗത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന അശ്വത്ഥമാവാണ്, ഒന്നിച്ച് കളരിയിൽ പഠിച്ചവരാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഭീഷ്മാചാര്യരാണ്, ദ്രോണാചാര്യരാണ്. എല്ലാം വളരെ പ്രിയങ്കരരും വേണ്ടപ്പെട്ടവരുമാണ്. കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണനാണ് മറ്റൊന്ന്. എല്ലാം അർജുനന് വേണ്ടപ്പെട്ടവർ തന്നെ. അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, ശ്രീകൃഷ്ണ വയ്യ, ഞാൻ യുദ്ധം ചെയ്യില്ല. അവരോടൊന്നും ഏറ്റുമുട്ടാൻ എനിക്ക് വയ്യ, അതെന്റെ മനസ്സ് അനുവദിക്കാത്ത ഒന്നാണ് എന്ന രൂപത്തിൽ അർജുനൻ പകച്ചു നിന്നപ്പോ
ശ്രീകൃഷ്ണൻ പറഞ്ഞ ഒരു വാക്ക് ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായമാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതലാണ് അത് ആരംഭിക്കുന്നത്. അഥവാ മഹാഭാരതത്തിലെ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമാണ് പിന്നീട് ഭഗവത്ഗീത, ശ്രീമദ് ഭഗവത്ഗീത എന്ന പേരിൽ നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുക. 18 അധ്യായങ്ങൾ, അതിന്റെ 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകം അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന വളരെ പ്രസക്തമായ ഭാഗമാണ്. അതിങ്ങനെയാണ്: ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ഭോക്ഷ്യസി മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ. അല്ലയോ അർജുന, നീ ഈ യുദ്ധത്തിൽ, ഇതൊരു ധർമാധർമ്മ യുദ്ധമാണ്. ന്യായാന്യായങ്ങൾ ഉൾക്കൊള്ളുന്ന, സത്യാസത്യങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു യുദ്ധത്തിലാണ് അർജുന നീ. അതുകൊണ്ട് ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ ഭോക്ഷ്യസി മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ. അല്ലയോ കുന്തിപുത്ര, എടാ അർജുന, നീ ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങണം. എന്നിട്ട് നീ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടാലോ ഹതോവ പ്രാപ്സ്യസി സ്വർഗം, മരണത്തിന് ശേഷമുള്ള സ്വർഗജീവിതം നിനക്കുണ്ട്. നിനക്ക് അങ്ങോട്ട് പോകാം, അവിടെ എത്താം എന്നാണ് പറയുന്നത്. അപ്പോ സ്വർഗം എന്ന് പറയുന്ന, മരണത്തിന് ശേഷമുള്ള സ്വർഗം എന്ന് പറയുന്ന ഒരു ലോകത്തെക്കുറിച്ച് വേദങ്ങൾ സംസാരിക്കുന്നു. അല്ലാതെ പന്നിയായി, ചണ്ടാലനായി, വ്യത്യസ്ത ജീവവർഗമായി ഈ ഭൂമുഖത്ത് ആരും ജനിക്കണില്ല. അത് പ്രൂഫില്ലാത്തതാണ്, വെറുതെ പറയുന്ന കാര്യങ്ങൾ. മനുഷ്യർ ഇതുപോലെ, ഈ കുർമാത്തൂരിൽ ജീവിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഇതുപോലെ പരസ്പരം തിരിച്ചറിയുന്നവരായി ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടും. എത്ര പ്രൗഢമാണ്! എല്ലാവരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ പറയും, ചർച്ച ചെയ്യും. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം. അതാ SLC വെക്കേഷൻ ആണല്ലോ. +2 വരെയുള്ള കുട്ടികൾ പരീക്ഷ എഴുതി, അതിനൊരു റിസൾട്ട് ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഇല്ലേ? അതിനൊരു റിസൾട്ട് ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വല്ല പ്രസക്തിയുണ്ടോ? ഉണ്ടോ? എല്ലാവരും പാർട്ടി മത്സരം നടക്കുകയാണ്, സ്റ്റേറ്റ് ഇലക്ഷന്. ആരും ജയിക്കുകയല്ല, തോൽക്കുകയില്ല. പിന്നെ എന്തിനാ ഈ കൊടി? പിന്നെ എന്തിനാ ഈ ഇലക്ഷൻ? പിന്നെ എന്തിനാ ഈ പ്രചരണം? പിന്നെ എന്തിനാ ഈ കൊടി? എല്ലാം എന്തിനാണൊക്കെ വെറുതെയല്ലേ? നേരെ മറിച്ച് മനുഷ്യന്റെ ജീവിതം ഒരുപാട് അധ്വാനിച്ചിട്ട് അതിനൊരു റിസൾട്ട് ഇല്ല. അധ്വാനിക്കുന്നതിനിടയിൽ മറ്റൊരുത്തനാൽ കൊല്ലപ്പെടുന്നു നിരപരാധിയായ ഒരു മനുഷ്യൻ. ഒരിക്കലും തെളിയിക്കാതെ ആ കുറ്റവാളി സർവതന്ത്ര സ്വതന്ത്രനായി ജീവിച്ച് സുഖലോലുമനായി രാജകൊട്ടാരത്തിന്റെ പറുദീസയിൽ ജീവിച്ച് മരിച്ചു പോവുകയാണ്. അപ്പൊ അവരും നിരപരാധിയായി കൊല്ലപ്പെട്ട ഈ മനുഷ്യൻ, ഒരുപക്ഷെ അയാളുടെ സമ്പത്ത് കൊണ്ടായിരിക്കും ഇയാൾ രാജാധികാരമൊക്കെ വെട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ജീവിച്ചു പോയിട്ട് മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു ജീവിതമാണ് ഈ ജീവിതമെങ്കിൽ അതിനെന്ത് ഫലമുള്ളത്? പിന്നെ മനുഷ്യനായി ഇവിടെ ജനിച്ചതിനും സൃഷ്ടിക്കപ്പെട്ടതിനും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? ഈ നാട്ടിൽ ജീവിക്കുന്ന ജന്തുലോകത്തിൽ നിന്ന് വിഭിന്നമല്ല മനുഷ്യന്റെ ജീവിതമെങ്കിൽ ഈ ജീവിതത്തിന് പിന്നെന്താ അർത്ഥമുള്ളത്? അപ്പൊ അവിടെ നിന്നുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ വളരെ പ്രൗഢമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, അന്തം തമഃ പ്രവിശന്തിയേ സമ്പുത്യമുപാസതേ തഥോപൂയൈബതേ യുഹു സമ്പുത്യാം രദഃ. ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. ഒരുപാട് ഉപനിഷത്തുക്കളുണ്ട്. 108ഓളം വരുന്ന സുപ്രധാനമായ ഉപനിഷത്തുക്കളിൽ പ്രസ്താവ്യവും ശ്രദ്ധേയവുമായ, അതിലൊക്കെ കാറ്റഗറി തിരിച്ചിട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ദശോപനിഷത്തുക്കൾ, ഇതെല്ലാം ലോകത്ത് നിലനിൽക്കുകയാണ്. ഇതെല്ലാം ലോകത്ത് നിലനിൽക്കുകയും അതിൽ വളരെ വ്യക്തമായി പറയുന്നു എന്ത്? ഹദോവ, വേദം പറയണം, അന്തം തമഃ പ്രവിശന്തിയേ സമ്പുത്യമുപാസതേ തഥോപൂയൈവതേ സമ്പുത്യം രദഃ. ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്